ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും വീനെറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു 60,000 താഴെയുള്ള ക്യാനൻ്റെ ഒരു മിറർലെസ് ക്യാമറയാണ് EOS M50 Mark II എന്ന് പറയുന്നത്. അപ്പം ഈ EOS M50 Mark IIനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഇതിൻ്റെ കുറച്ച് അത്യാവശ്യം നല്ല റിവ്യൂ, നമുക്ക് എങ്ങനെയൊക്കെ ഇത് യൂസ് ചെയ്യാമെന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ആ ബെല്ലൈക്കണും കൂടി. EOS M50 ഒരു സെമി പ്രൊഫഷണൽ ക്യാമറയാണിത്. സെമി പ്രൊഫഷണൽ എന്ന് പറയുമ്പോൾ തന്നെ ക്രോപ്പ് സെൻസറാണ്, ഫുൾ ഫ്രെയിം അല്ല, ക്രോപ്പ് സെൻസർ ക്യാമറയാണ്. നമുക്കൊരു വലിയ പ്രൊഫഷണലായിട്ട് നല്ല എന്താ പറയണ്ടേ, ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റിയൊരു ക്യാമറ അല്ല ഇത്. ബിക്കോസ് ഒരു എൻട്രി ലെവൽ ക്യാമറയാണ്, അങ്ങനെ ഇതിനെ പറയാൻ പറ്റുള്ളൂ. മിറർലെസ് ക്യാമറ നോക്കുന്ന ആൾക്കാർക്ക് ഇപ്പം ഒരുപാട് പൈസ മുടക്കാൻ പറ്റുന്നില്ല, എന്നാൽ മിറർലെസ് ക്യാമറ വേണം, പക്ഷേ ഒരുപാട് പൈസ കയ്യിലില്ല. EOS RLL അങ്ങനെ ആ ഒരു സീരീസിലേക്ക്, അതിന് മുകളിലേക്കുള്ള ക്യാമറസ് ഒന്നും എടുക്കാൻ കാശില്ലാത്ത ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റിയതാണ്. പിന്നെ ഫോട്ടോസ് എടുത്ത് പഠിക്കാൻ പറ്റിയൊരു ക്യാമറയും കൂടിയാണിത്, ബിഗിനേഴ്സിന് പറ്റിയതാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ വ്ളോഗേഴ്സ് അല്ലെങ്കിൽ പുതിയതായിട്ട് വരുന്ന യൂട്യൂബേഴ്സിനും വ്ളോഗേഴ്സിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ക്യാമറയും കൂടിയാണിത്. ഇതിൻ്റെ കൂടെ വരുന്ന കിറ്റ് ലെൻസ് എന്ന് പറയുന്നത് 1545 mm എന്ന് പറയുന്ന ലെൻസാണ്. 15 എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, അത്യാവശ്യം നല്ല വൈഡാണ്. അപ്പോൾ നമുക്ക് ഈ യൂട്യൂബിലൊക്കെ നമ്മുടെ സെൽഫി വീഡിയോ ഒക്കെ ഇങ്ങനെ പിടിച്ച് സെൽഫി വീഡിയോസൊക്കെ എടുക്കാനായിട്ട് ബെസ്റ്റ് ആയിട്ടുള്ള ക്യാമറയാണ്. അതുപോലെ തന്നെ ഒരു എന്താ പറയണ്ടേ, ഫുൾ HD 60 ഫ്രെയിംസ് വരെ ഇതിനകത്ത് അവൈലബിൾ ആണ്. ഫുൾ HD 16 ഫ്രെയിംസ് വരെ ഇതിനകത്ത് അവൈലബിൾ ആണ്. 1080p ഫുൾ HD 60 ഫ്രെയിംസ് പെർ സെക്കൻഡ് വരെ നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ ബോഡി ഒരു ലൈറ്റ് വെയ്റ്റ് ആണ് ക്യാമറ, ഏകദേശം ഇതായതുകൊണ്ടോ ഒരു ലൈറ്റ് വെയ്റ്റ് ക്യാമറയാണിത്. നല്ല ഒരു പ്ലാസ്റ്റിക് ബോഡിയാണ് ഇതിന് വരുന്നത്. കണ്ടോ, തീരെ വെയിറ്റ് കുറവാണ്. ഒരു ചെറിയ പോപ്പപ്പ് ഫ്ലാഷൊക്കെ ഉണ്ട്, ബിൽറ്റ് ഇൻ ഒരു ഫ്ലാഷൊക്കെ ഇതിന് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ഷട്ടർ ബട്ടണും അതിന് പകരം തന്നെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന നമുക്കൊരു ക്ലിക്ക് ബട്ടണും പിന്നെ ഒരു ഇതുമാണ് വരുന്നത്. ഇവിടെ ഒരു വീഡിയോ റെക്കോർഡിംഗ് ബട്ടൺ, ഒരു മോഡിൻ്റെ ഒരു ഡയൽ ബട്ടൺ വരുന്നുണ്ട്. പിന്നെ ഓൺ ഓഫ് സ്വിച്ച്, സ്ലൈഡിംഗ് ആയിട്ടുള്ള ഓൺ ഓഫ് സ്വിച്ചാണ് വരുന്നത്. പിന്നെ അതിൻ്റെ ബാക്ക് സൈഡിലേക്ക് പോവുകയാണെങ്കിൽ ജസ്റ്റ് ഒരു കൺട്രോൾ സ്വിച്ചും സൂം ഇൻ സൂം ഔട്ട് സ്വിച്ച്, പ്ലേ ബാക്ക് സ്വിച്ച്, മെനു സ്വിച്ച്, ഇത്രയും മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് ഇതിൻ്റെ ഫിസിക്കലി നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതിന് മൗണ്ട് എന്ന് പറയുന്ന ഒരു മൗണ്ടാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ക്യാനൻ്റെ EF ലെൻസുകളൊക്കെ ഉണ്ടെങ്കിൽ, ഫുൾ ഫ്രെയിം ക്യാമറകളൊക്കെ യൂസ് ചെയ്തിരുന്ന EF ലെൻസുകളുണ്ടെങ്കിൽ EF to M അഡാപ്റ്റർ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റും. മൗണ്ടിൽ എനിക്ക് എത്രമാത്രം ലെൻസുകൾ അവൈലബിൾ ആണെന്നറിയില്ല, വളരെ കുറവാണെന്ന് തോന്നുന്നു ലെൻസുകൾ. കാര്യം ക്യാനൻ്റെ EF ലെൻസുകളും RF ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പം RF ലെൻസ് ആണെങ്കിലും നമുക്ക് അതിൻ്റെ അഡാപ്റ്റർ മേടിച്ച് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഫസ്റ്റ് ഇതൊരു 24.1 മെഗാപിക്സൽ ക്രോപ്പ് സെൻസർ ക്യാമറയാണ്. ക്രോപ്പ് സെൻസർ എന്ന് പറയുമ്പോൾ തന്നെ ഡിജിക്കേറ്റ് പ്രോസസ്സറാണ് വരുന്നത്. ഒരു APS-C സെൻസറാണ് ഈ ക്യാമറയ്ക്കകത്ത് വരുന്നത്. പിന്നെ ഇതിനൊരു വേരി ആംഗിൾ LCD ഉണ്ട്, നമുക്ക് കാണാൻ ഇതുണ്ട്, വേരി ആംഗിളാണ്. നമുക്ക് ഷൂട്ട് ചെയ്യുമ്പോഴൊക്കെ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് അത്യാവശ്യം ഇങ്ങനെ ഒന്ന് താന്നൊക്കെ ഇരുന്ന് ഇങ്ങനെ ഒന്ന് പൊക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ടോപ്പ് ആംഗിളിൽ നിന്നൊക്കെ നമുക്കിങ്ങനെ അത്യാവശ്യം ടോപ്പ് ആംഗിളിൽ നിന്നൊക്കെ ഇങ്ങനെ താത്തി പിടിച്ചൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഈ വേരി ആംഗിൾ LCD ആണ് ഇതിനകത്ത് വരുന്നത്. വേരി ആംഗിൾ LCD ആണെങ്കിൽ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ ഒരുപാട് കൺവീനിയൻ്റ് ആണ്. പിന്നെ ടച്ച് സ്ക്രീനാണ് കേട്ടോ, LCD ടച്ചാണ് ഇതിനകത്ത്, നമുക്ക് ഒരുപാട് കൺവീനിയൻ്റ് ആണ്. ഫോട്ടോസൊക്കെ എടുക്കുമ്പോഴാണെങ്കിലും നമുക്ക് പെട്ടെന്ന് ഫോക്കസ് ഒക്കെ ചെയ്യാനായിട്ട്, പെട്ടെന്ന് ഒന്ന് ക്ലിക്ക് ചെയ്യാൻ, നല്ല അപ്പർച്ചർ വാല്യൊക്കെ വളരെ കുറവായിട്ട് നമ്മൾ 1.8 ഒക്കെ ഇട്ട് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഷാർപ്പായിട്ട് ഫേസ് ഫോക്കസ് ആകാനായിട്ടൊക്കെ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ 10 ഫ്രെയിംസ് പെർ സെക്കൻഡ് ആണ് ഇതിനകത്ത്. നമുക്ക് ഒറ്റ കണ്ടിന്യൂസ് ക്ലിക്കിൽ, ഒരൊറ്റ ക്ലിക്കിൽ 10 ഫ്രെയിംസ്, ഒരു സെക്കൻഡിൽ 10 ഫ്രെയിംസ് വരെ ഇത് ഷൂട്ട് ചെയ്യും. അതാണ് ഈ ക്യാമറയുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇതിൻ്റെ മുമ്പ് ഒരു വേർഷൻ ഉണ്ടായിരുന്നു M50, ഇത് അതിൻ്റെ Mark II ആണ്. തമ്മിൽ വലിയ വ്യത്യാസങ്ങളില്ല, ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. പിന്നെ ഡുവൽ പിക്സൽ AF ഇതിനകത്ത് അവൈലബിൾ ആണ്. വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് വീഡിയോ മോഡിൽ ഡുവൽ പിക്സൽ AF ഇതിനകത്ത് അവൈലബിൾ ആണ്. അത് M50 അവൈലബിൾ അല്ല, Mark IIലാണത് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വ്ളോഗേഴ്സിനും യൂട്യൂബേഴ്സിനും ഒക്കെ ഒരുപാട് പൈസ മുടക്കി വേറെ ക്യാമറ മേടിക്കാൻ കാശില്ലാത്തവർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റിയൊരു ക്യാമറ തന്നെയാണിത്. നല്ല ക്വാളിറ്റിയിൽ നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റും. ഫുൾ HD 60 ഫ്രെയിംസ് വരെ നമുക്ക് കിട്ടും. നല്ല രീതിയിൽ തന്നെ നമുക്കിത് ഷൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ഐ ഡിറ്റക്ഷൻ. നമുക്ക് ഫോക്കസ് ലോക്കൊക്കെ ഇതിനകത്ത് അവൈലബിൾ ആണ്. ഐ ഡിറ്റക്ഷൻ, നമ്മുടെ ഐ ഡിറ്റക്ട് ചെയ്യും. ഐ ഡിറ്റക്ട് ചെയ്ത് ഫോക്കസൊക്കെ മാറാതെ നമുക്ക് മൂവ് ചെയ്യുന്ന സമയത്താണ് ഫോക്കസൊക്കെ മാറാതെ തന്നെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. LCD യൂസ് ചെയ്തിട്ട് നമുക്ക് ടച്ച് ചെയ്ത് സെലക്ട് ചെയ്തൊക്കെ കൊടുക്കാനുള്ള
ഓപ്ഷൻ ഇതിനകത്ത് അവൈലബിൾ ആണ്. സോ എന്താ പറയണ്ടേ, വളരെ നല്ലൊരു ക്യാമറ തന്നെയാണിത്. ഈ ഒരു പ്രൈസ് റേഞ്ചിന് വരുന്ന അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഇതിനുണ്ട്. പിന്നെ ക്രോപ്പ് സെൻസർ ക്യാമറയാണ് എന്നുള്ളതേ ഉള്ളൂ. അത്യാവശ്യം ലോ ലൈറ്റിംഗ് പെർഫോമൻസ് ഉണ്ട്. ISO ഏകദേശം 12,800 വരെ, അതായത് 12,800 വരെ ഇതിനകത്ത് അവൈലബിൾ ആണ്. 100 to 12,800 വരെ ഇതിൻ്റെ ISO റേഞ്ച് അവൈലബിൾ ആണ് ഇതിനകത്ത്. ഷട്ടർ കൗണ്ട് ഏകദേശം 1/4000 വരെ നമുക്ക് ഈ ക്യാമറയിൽ അവൈലബിൾ ആണ്. പിന്നെ വേറൊരു ഫീച്ചറാണ് വൈറ്റ് ബാലൻസ്. നമ്മൾ നോക്കുന്നൊരു കാര്യമാണ് വൈറ്റ് ബാലൻസ്. വൈറ്റ് ബാലൻസിൽ മറ്റേ സാധാ DSLR-ലൊക്കെ ഉണ്ടായിരുന്ന പോലെ തന്നെ നമ്മുടെ ഔട്ട്ഡോർ ഷെയ്ഡ്, ടങ്സ്റ്റൺ, ഫ്ലൂറസെൻ്റ് എന്നൊക്കെ പറയുന്ന പോലത്തെ പ്രീസെറ്റുകൾ അവൈലബിൾ ആണ്. അതോടൊപ്പം തന്നെ ഇതിനകത്ത് കെൽവിൻ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നല്ല ലൈറ്റിങ്, നല്ല കളർ നമുക്ക് ഫോട്ടോയ്ക്ക് കൊണ്ടുവരാൻ പറ്റും. നമുക്ക് ആ കളർ സ്കീമിനെ നന്നായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. കെൽവിൻ നമുക്ക് ഇതിനകത്ത് ടെമ്പറേച്ചർ, കളർ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടെ ഈ ക്യാമറയ്ക്കകത്തുണ്ട്. അപ്പോൾ നമ്മൾ അത്യാവശ്യം നമ്മുടെ ലൈറ്റ് എങ്ങനത്തെയാണോ, ഏത് ടൈപ്പ് ഓഫ് ലൈറ്റ് ആണോ നമ്മൾ യൂസ് ചെയ്യുന്നത്, എന്ത് സീനിലാണോ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്, അതിനനുസരിച്ച് ആ ഒരു സീൻ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കളർ ടെമ്പറേച്ചർ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് ഈ ക്യാമറയിൽ പറ്റും. അത് ഇതിൻ്റെ ഏറ്റവും നല്ലൊരു ഫീച്ചറാണ്. ജനറലി നോക്കുവാണെങ്കിൽ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഒരു നമുക്ക് ആവശ്യമായിട്ടുള്ള സ്പെസിഫിക്കേഷൻസ്. ഇതൊക്കെയാണ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇത് വെച്ചിട്ട് നല്ല റിസൾട്ട് കിട്ടുന്ന പിക്ചേഴ്സ് നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ ഫുൾ ഫ്രെയിം ക്യാമറ അല്ല, അതിൻ്റേതായ പോരായ്മകൾ പിക്ചേഴ്സിലുണ്ടാവും. അത്ര എഫിഷ്യൻ്റ് ആയിരിക്കണമെന്നില്ല. ഫുൾ ഫ്രെയിം അല്ല, ഇത് ക്രോപ്പ് സെൻസറാണ്. അന്നും പറഞ്ഞ് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. നമുക്ക് അത്യാവശ്യം ലോ ലൈറ്റിംഗ് പെർഫോമൻസും ഇത് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കിറ്റ് ലെൻസ് 15-45 ലെൻസാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. നമുക്ക് പിന്നെ കൺവേർട്ടറൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ വേറെ ലെൻസുകളും ഇതിൽ ഉപയോഗിക്കാൻ പറ്റും. അപ്പം ഇത് ഉപയോഗിച്ച് ഞാൻ ഷൂട്ട് ചെയ്തേക്കുന്ന കുറച്ച് വീഡിയോസും ഫോട്ടോസും ഞാൻ ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്തേക്കാം. ഇതിനകത്ത് വൈഫൈ അവൈലബിൾ ആണ്. നമുക്ക് ക്യാനൻ്റെ ക്യാമറ കണക്ട് ആപ്പ് യൂസ് ചെയ്തിട്ട് വൈഫൈ ത്രൂ നമുക്ക് ഫോണിൽ കണക്ട് ചെയ്യാൻ പറ്റും. ഇമേജസ് ട്രാൻസ്ഫർ ചെയ്യാനും റിമോട്ടായിട്ട് ഷൂട്ട് ചെയ്യാനും ഒക്കെ നമുക്ക് ഓപ്ഷൻ ഉണ്ട്. പിന്നെ ടീച്ചേഴ്സ് അല്ലെങ്കിൽ എന്താണ് ഓൺലൈൻ ക്ലാസ്സിനൊക്കെ നമുക്ക് ഏറ്റവും ബെസ്റ്റാണ്. കാര്യം ഇതിനെ നമുക്ക് വെബ് ക്യാമായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ക്യാനൻ്റെ EOS വെബ് ക്യാം എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട്, വെബ് ക്യാം യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിനൊരു ലൈവ് ടെലികാസ്റ്റിങ്ങിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് ക്യാമറ കണക്ട് ചെയ്ത് യൂസ് ചെയ്യേണ്ടതെന്നുള്ളൊരു വീഡിയോ ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ചാനലിൽ കയറി നോക്കിയാൽ അത് കാണാൻ പറ്റും. അത് പോയി കാണുക. അപ്പോൾ അതുപോലെ ലൈവിനൊക്കെ നമുക്ക് കോൺഫറൻസിങ്, വീഡിയോ കോൺഫറൻസിങ്ങിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ക്യാമറ തന്നെയാണ് ഈ M50 Mark II എന്ന് പറയുന്നത്. പിന്നെ ഇത് മിറർലെസ് ക്യാമറ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നല്ല ഷാർപ്പ് ഇമേജസ് നമുക്ക് ഈ ക്യാമറ വെച്ചിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും ബിഗിനേഴ്സിനും അല്ലെങ്കിൽ നല്ല യൂട്യൂബേഴ്സിനും നല്ല വീഡിയോസൊക്കെ, വീഡിയോ പർപ്പസിന് വേണ്ടിയാണ് ഞാനിത് ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഫോട്ടോസൊക്കെ എടുത്ത് പഠിക്കാനും ബെസ്റ്റായിട്ടൊരു ക്യാമറയാണ്. അത്യാവശ്യം നല്ല ഫോട്ടോസ് കിട്ടും. എന്ന് വെച്ചാൽ ബിഗിനേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ തീർത്ത് കണ്ടുവരില്ലെന്ന് പറയാൻ പറ്റില്ല. അത്യാവശ്യം നല്ല ഫോട്ടോസ് നമുക്ക് ഇത് വെച്ച് കിട്ടുന്നതാണ്. അപ്പോൾ എന്താ പറയുക, ഞാൻ നല്ലൊരു ക്യാമറയാണ്, പറ്റുന്നവരൊക്കെ ഇതെടുക്കുക. ഹായ് ഗൈസ്, അപ്പോൾ നിങ്ങളിപ്പോൾ കേൾക്കുന്നത് ഈ ക്യാമറയുടെ വീഡിയോ ഔട്ട്പുട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോ ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഞാൻ കൂപ്പൺ കോഡ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ടൈൽ ഷോപ്പിൽ കയറുക, പ്രോഡക്റ്റ്സ് പർച്ചേസ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോയിലോട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.